ഹലോ, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. നമ്മൾ 5th ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫോമിൽ വരുന്ന ഇൻപുട്ട് ടാഗുകളും അതുപോലെ ഫോമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടാഗുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമ്മൾ പുതിയ ടാഗ് നോക്കുകയാണ് ഫീൽഡ് സെറ്റ്. ഫീൽഡ് സെറ്റ് ടാഗ് നമ്മൾ യൂസ് ചെയ്യണത് ഇപ്പോൾ ഒരു ഫോമിൽ കുറച്ച് ഇൻപുട്ട് ടാഗുകൾ അല്ലെങ്കിൽ കുറച്ച് ഫോം കൺട്രോൾസിനെ മാത്രം ഗ്രൂപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ അത്തരത്തിൽ കുറച്ച് ഫോം കൺട്രോൾസിനെ ഗ്രൂപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫീൽഡ് സെറ്റ് ടാഗ്. അപ്പോൾ ഡെഫിനിഷൻ നോക്കുക. ഫീൽഡ് സെറ്റ് എലമെൻറ്റ് ഹെൽപ്സ് ഇൻ ഗ്രൂപ്പിംഗ് റിലേറ്റഡ് ഡാറ്റ ഇൻ എ ഫോം. അതായത് ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, ഫിഗർ 5.28. ഇതിൽ ഈ നാഷണാലിറ്റിയും നാറ്റിവിറ്റിയും ഡിസ്ട്രിക്റ്റും ഇത് മാത്രം ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. ഇത് മാത്രം ഒരു പ്രത്യേക രീതിയിൽ ഗ്രൂപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം ഇങ്ങനെ കുറച്ച് ഫോം കൺട്രോൾസിനെ ഗ്രൂപ്പ് ചെയ്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫീൽഡ് സെറ്റ്. അപ്പോൾ ഫീൽഡ് സെറ്റ് എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ ഫോം കൺട്രോൾസ് ആണോ കൊടുക്കുന്നത് അത്രയും ഫോം കൺട്രോൾസ് ഒരു ഗ്രൂപ്പായിട്ട് നമ്മുടെ ആ ഫോമിൽ കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫീൽഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ് ഫോം സബ്മിഷൻ. നമ്മൾ ഫോമിൻ്റെ തുടക്കം പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ജസ്റ്റ് പറയുന്നത്. ഫോം സബ്മിഷനിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഒരു ഫോമിൽ ഒരു കുറച്ച് ഫോം കൺട്രോൾസ് ഉണ്ടായിരിക്കും. ഫോം എന്തിനാണ്? നമ്മളുടെ യൂസർ ഇൻപുട്സുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതിൽ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും, പാസ്വേഡ് ഉണ്ടാവും, റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ്, അങ്ങനെ കുറേ ഫോം കൺട്രോൾസ് ഉണ്ടാവാം. അതിൽ ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ടായിരിക്കും അല്ലേ. സബ്മിറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫോമിലുള്ള യൂസർ ഡാറ്റ ഇതെങ്ങോട്ട് പോവും? നമ്മുടെ സെർവർ സൈഡിലേക്ക് പോവും. ആ സെർവർ സൈഡിൽ ഈ ഫോം ഡാറ്റ വെച്ച് എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, എന്താണോ ഇവിടെ സംഭവിക്കേണ്ടത്, അതിനുള്ള സെർവർ സൈഡ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ആണ് നമ്മുടെ ഈ ഫോം ഡാറ്റ എടുത്ത് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫോം എന്ന് പറയുന്ന ആ ഒരു ടാഗിൽ അല്ലെങ്കിൽ ആ ഒരു വെബ് പേജിൽ, ക്ലയൻറ്റിൻ്റെ വെബ് ബ്രൗസറിൽ നമ്മൾ എന്തൊക്കെ ഡാറ്റ കൊടുക്കുന്നുവോ ആ ഡാറ്റ എവിടേക്ക് പോകണം? എന്തായാലും സെർവർ സൈഡിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതാണ് നമ്മുടെ ഈ ഫോം ഡാറ്റ വെച്ചിട്ട് എന്താണോ ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഫോമിന് 2 ആട്രിബ്യൂട്ടൊക്കെ ഉണ്ട് നമ്മൾ മെയിൻലി പറഞ്ഞിരുന്നു. ആക്ഷൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടും അതുപോലെ തന്നെ മെത്തേഡ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടും ഉണ്ട്. അപ്പോൾ ഈ ആക്ഷനിലാണ് നമ്മൾ ഈ ഡാറ്റ എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് പറയുന്നത്. അതൊരു സെർവർ സൈഡ് പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ഫയലിൻ്റെ പേര് അല്ലെങ്കിൽ അതിൻ്റെ URL കൊടുക്കാനാണ് ആക്ഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉള്ളത്. അപ്പോൾ ആക്ഷനിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അവിടേക്കായിരിക്കും നമ്മുടെ ഈ ഫോം ഡാറ്റ ചെല്ലുക. ഇനി മെത്തേഡ് എന്ന് പറയുന്നത് ഒരു HTTP മെത്തേഡായിരിക്കും സ്പെസിഫൈ ചെയ്യുക. ഗെറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫോം ഡാറ്റേനെ സബ്മിറ്റ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്കിൽ പറയാനായിട്ട്. എങ്ങനെയാണ് ഒരു ഫോം സബ്മിഷൻ നടക്കുക എന്നുള്ളത് അത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിയുകയാണ്. അപ്പോൾ ലിസ്റ്റ് അതുപോലെ തന്നെ ഫോം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടാഗുകളും അതുപോലെ തന്നെ ഫോമിൻ്റെ സബായിട്ട് വരുന്ന ഇൻപുട്ട് ടാഗ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.